വൈക്കം ആറാട്ടുകുളങ്ങരയിൽ വീട്ടിൽ നിന്നും 55 പവനോളം സ്വർണവും ഡയമണ്ടും മോഷ്ടിച്ച കേസിൽ കർണാടക സ്വദേശി അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ താമസക്കാരനായ കർണാടക സ്വദേശി ഉമേഷ് റെഡ്ഡിയാണ് പിടിയിലായത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കഴിഞ്ഞ മാർച്ച് 12-നാണ് വൈക്കം ആറാട്ടുകുളങ്ങരയിലെ പുരുഷോത്തമൻ നായരുടെ വീട്ടിൽ മോഷണം നടക്കുന്നത്. 55 പവൻ സ്വർണവും ഡയമണ്ടുകളുമാണ് കർണാടക സ്വദേശി ഉമേഷ് റെഡ്ഡി മോഷ്ടിച്ചത്. കഴിഞ്ഞയാഴ്ച കണ്ണൂരിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഉമേഷ് റെഡ്ഡി പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്നു നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ വൈക്കത്തും മോഷണം നടത്തിയ വിവരം തളിപ്പറമ്പ് പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. കണ്ണൂരിലെ മോഷണത്തിൽ റിമാൻഡിലായ ഉമേഷ് റെഡ്ഡിയെ വൈക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വൈക്കം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ തലയോലപ്പറമ്പ് മിഠായിക്കുന്നത്ത് മധുവിന്റെ വീട്ടിൽ മോഷണം നടത്തിയെന്നും ഉമേഷ് റെഡ്ഡി സമ്മതിച്ചു. കഴിഞ്ഞ ജൂൺ 21-ന് പട്ടാപ്പകലാണ് മധുവിന്റെ വീട്ടിലും മോഷണം നടന്നത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവ ദിവസം ഇയാളെ കണ്ട അയൽവാസി ആളെ തിരിച്ചറിഞ്ഞു. ഇരുവീടുകളിലും ആളില്ലെന്ന് ഉറപ്പുവരുത്തി ആയുധം ഉപയോഗിച്ച് വാതിൽ കുത്തി തുറന്നാണ് ഇയാൾ മോഷണം നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.